ഹായ്, കഴിഞ്ഞ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് യൂണിറ്റായ കീബോർഡിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അപ്പം ഏറെക്കുറെ നിങ്ങൾക്ക് കീബോർഡിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിക്കാണുമായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് വീഡിയോയ്ക്ക് താഴെ പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾക്ക് മൗസിനെ കുറിച്ചാണ് നോക്കാം. മൗസ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. അതായത് നമ്മൾക്ക് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്തു വരുമ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ആരോ മാർക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൗസിനെയാണ്. നിലവിൽ നമുക്കിപ്പം മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള മൗസുകൾ അവൈലബിൾ ആണ്. അതിലേറ്റവും നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള മൗസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഇപ്പം നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ ഞാൻ ഈ തരുന്ന ഓരോ വീഡിയോകളിലും ഓരോന്നിനെക്കുറിച്ചും പറയുന്നുള്ളൂ. നമ്മൾക്ക് ബേസിക് ഓപ്പറേഷൻ മാത്രമാണ് വീഡിയോകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. കൂടുതൽ ലെങ്തി ആയിട്ട് വീഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബോറിംഗ് ആയിരിക്കാം. നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കണമെന്നുമില്ല. അപ്പം 2-3 തവണയെ നിങ്ങൾ വീഡിയോ കാണേണ്ടി വരുന്നുണ്ടാവും. അപ്പം നിങ്ങൾ 2-3 തവണ വീഡിയോ കണ്ടാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധ്യമാകുന്നുണ്ടാവും. മാർക്കറ്റിൽ പല ഷേപ്പിലും പല കളറിലും നമുക്ക് മൗസുകൾ കിട്ടും. അത് പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമുകൾക്ക് വേണ്ടിയുള്ള മൗസ് മാർക്കറ്റിൽ അവൈലബിളാണ്. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ബട്ടണുകളേക്കാൾ കൂടുതൽ, സ്വിച്ചിനേക്കാൾ കൂടുതൽ ചില ബട്ടണുകൾ അഡീഷണൽ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരിക്കും. അത് അവരുപയോഗിക്കപ്പെടുന്ന പലതരത്തിലുള്ള ഗെയിമുകൾ, ആ ഗെയിമുകൾക്കുള്ളിലെ പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരത് യൂസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ നോർമലി നമ്മുടെ ഒരു ഓഫീസ് പർപ്പസിന് 3 ബട്ടണുള്ള മൗസ് മാത്രം മതിയാവുന്നുള്ളൂ. അപ്പം നമുക്ക് പല കമ്പനികളുടെ മൗസുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പല വിലയ്ക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയും. അപ്പം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് വാങ്ങുക, നമ്മളത് ഉപയോഗിക്കുക. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടനാണ് എപ്പോഴും നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ബട്ടൺ എന്ന് പറയുന്നത്. സെൻറ്ററിലുള്ള ബട്ടൺ ഒരു സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേജുകളെ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യപ്പെടുന്ന ബട്ടനാണ്. മുകളിലോട്ടും പുറകിലോട്ടും മാറ്റി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ പേജുകൾ മാറ്റാൻ കഴിയും. അടുത്തത് റൈറ്റ് സൈഡിലുള്ള ബട്ടനാണ്. അപ്പം ഈ 3 ബട്ടണുകളാണ് സാധാരണ നമ്മുടെ ഒരു ഓഫീസ് പ്രവർത്തനത്തിന് മൗസ് വെച്ച് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പല കമാൻഡുകളെ സെലക്ട് ചെയ്യാനും അതിനെ പ്രവർത്തിപ്പിക്കാനുമൊക്കെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണോ, ഇപ്പോൾ ഒരു ഓഫീസിൽ നമ്മൾക്കറിയാം നോർമലിൽ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊന്ന് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക, ആ ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്റർ പേപ്പറിൽ പ്രിൻ്റ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അതല്ലെങ്കിൽ ഒരു ഓഫീസിലെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എക്സൽ പോലെയുള്ള പ്രോഗ്രാമുകളിൽ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ചെയ്യുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് പെട്ടെന്ന് എടുക്കേണ്ട ചില കമാൻഡുകളുണ്ടാവും. ഒരു പക്ഷെങ്കിൽ നമ്മളൊരു പോർഷൻ സെലക്ട് ചെയ്തിട്ട് അതിനെ മറ്റൊരു പോർഷനിലേക്ക് അതിനെ പേസ്റ്റ് ചെയ്യുക, അതിൻ്റെ തന്നെ ഒരു കോപ്പി പകർത്തുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമാൻഡുകളായിരിക്കും, വ്യത്യസ്തമായ കമാൻഡുകളായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. ആ 3 ബട്ടണുകൾ മാത്രമേ നമുക്ക് മൗസിനകത്ത് വരുന്നുള്ളൂ. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU-ലായിരിക്കാം ഇതിൻ്റെ കേബിൾ പോയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കേബിൾ ലെസ് ആയിട്ടുള്ള വയർലെസ് മൗസുകൾ വരെ നമുക്ക് നിലവിലുണ്ട്. അത് ബ്ലൂടൂത്ത് വഴിയൊക്കെ ആയിരിക്കും നമ്മളത് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഏതാണോ ബെറ്റർ എന്നുള്ളത് നോക്കി വാങ്ങുക. അപ്പം മൗസ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ കൈപ്പത്തിക്ക് ഉതകുന്ന വിധത്തിലുള്ള മൗസ് വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഒരു സമയത്ത് ഞാൻ ഓഫീസിലേക്ക് ഒരു ചെറിയ മൗസ് ഉപയോഗിച്ച് കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ കൈപ്പത്തിയുടെ അടിഭാഗത്ത് അതിഭയങ്കരമായ വേദന വന്നിരുന്നു. കുറേ നാളുകൾ നീണ്ടു. ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് മൗസ് മാറ്റി നോക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ മൗസ് മാറ്റി പുതിയ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നല്ല മൗസ് വാങ്ങിച്ച് വെച്ചതിന് ശേഷമാണ് ആ കൈയുടെ ആ വേദന
അല്ലെങ്കിൽ ആ വെയിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലെത്തിയിരുന്നായിരുന്നു. അപ്പോൾ അത് മാറിക്കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മൗസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സമയം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ 10 മണിക്കൂർ ഓഫീസ് ടൈമിൽ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ റൂമിൽ വന്നാലും പിന്നെയും ഒരു 4-5 മണിക്കൂർ ഞാനാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം മൗസ് ഒരുപാട് സമയം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, മൗസ് വാങ്ങുമ്പോൾ നമ്മുടെ കൈപ്പത്തിക്ക് ഒതുങ്ങുന്ന വിധത്തിലുള്ള മൗസ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇത് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അത് നമുക്കൊരു സെലക്ഷന് ചെയ്ത് കൊടുക്കാനോ അതല്ലെങ്കിൽ പല കമാൻഡുകൾ തുറക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് മൗസ് വെച്ച് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പം ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഓരോ കമ്പ്യൂട്ടറിൻ്റെ വീഡിയോകളും നിങ്ങളെത്തിക്കുക. അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു ബെല്ലിൻ്റെ സിമ്പൽ ഉണ്ടാവാം. ആ സിമ്പൽ ഓണാക്കി ഇടുക. അപ്പം എനിക്ക് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ യൂട്യൂബിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എങ്ങനെ യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നും നമ്മുടേതായ രീതിയിലൊരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും ഒക്കെ വരുന്ന വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ.